ടോക്കിലേക്ക് നമുക്ക് വിശദമായി കടക്കാം. തൃശൂർ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ വീണ്ടും CPM-ന് ജയം. മുഴുവൻ പാനലും തൂത്തുവാരിയാണ് CPM പ്രതിനിധികൾ വിജയിച്ചത്. ലെവിൻ കെ വിജയൻ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഇപ്പോൾ ലെവിനിലേക്ക് വരുന്നതിന് മുമ്പ് CPM പ്രതിനിധികൾ അവിടെ സംസാരിക്കുന്നുണ്ട്. തത്സമയം ഈ തെരഞ്ഞെടുപ്പിൽ 1300-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് എല്ലാ സീറ്റുകളിലും ജയിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, സമീപ ഭാവിയിൽ ഇവിടെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉൾപ്പെടെ CDS തെരഞ്ഞെടുപ്പിലേക്ക് ഉൾപ്പെടെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തോടൊപ്പമാണ് ഈ നാട് നിന്നിട്ടുള്ളത്. BJP പറയുന്ന നുണകൾക്കെതിരായി ഈ നാട് സന്ധിയില്ലാതെ ഇടതുപക്ഷത്തിനൊപ്പം നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ച ജനവിധിയാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. CPM കരുവന്നൂർ ഉപതെരഞ്ഞെടുപ്പ് ബാങ്ക് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് കൈവരിച്ചിരിക്കുന്നത്. CPM പ്രതിനിധികളായിട്ടുള്ള ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും നമ്മളോട് റിസൾട്ട് വന്നു. ഔദ്യോഗിക വോട്ടെണ്ണൽ പൂർത്തിയാകുകയാണ്. ഇതുവരെയുള്ള റിസൾട്ട് അനുസരിച്ച് എന്താണ് വോട്ട് നില? 1300-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ 11 സീറ്റിലും ജയിച്ചിരിക്കുകയാണ്. 2 സീറ്റിൽ എതിരില്ലാതെ ജയിച്ചിരിക്കുകയാണ്. അങ്ങനെ 13 സീറ്റിലും ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുവന്നൂർ ബാങ്കിൽ വീണ്ടും ഭരണം തുടരും. ഈ നാടിന്റെ സമഗ്രമായ മുന്നേറ്റത്തിന് ഗുണകരമാകാവുന്ന നിലയിൽ, സഹകരണ രംഗത്ത് കേരളത്തിലാകെ മാതൃകയാകാവുന്ന നിലയിൽ CPM ഈ ഭരണസമിതിയെ നയിക്കും. 10 വർഷത്തിന് ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ വീണ്ടും CPM കരുവന്നൂർ ബാങ്കിൽ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുന്നു. തീർച്ചയായും ഇത് ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ വിജയം ഞങ്ങളുടെ വിശ്വാസ്യതയുടെ വിജയമാണ്. നാട്ടിലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ജനകീയതയുടെ വിജയമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. സഗീത, 10 വർഷത്തിന് ശേഷം നടന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ 1800-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് CPM വിജയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി ഇന്ന് രാവിലെ 9 മുതൽ വൈകിട്ട് 3 വരെയാണ് പോളിംഗ് നടന്നത്. ആ പോളിംഗിൽ 3000-ലധികം വോട്ടുകളാണ് ഔദ്യോഗികമായി പോൾ ചെയ്യപ്പെട്ടത്. 13,000-ലധികം വോട്ടുകൾ കരുവന്നൂർ ബാങ്കിൽ ഉണ്ടായിരുന്നു. പക്ഷേ 3000-ലധികം വോട്ടുകളാണ് പോൾ ചെയ്തത്. അന്തിമ കൗണ്ടിംഗ് പൂർത്തിയാകുമ്പോൾ 1800-ലധികം വോട്ടുകൾ പോളിംഗ് ചെയ്യപ്പെട്ടിരിക്കുന്നു. CPM-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് പാനൽ വോട്ടുകൾ എന്നുള്ളതിൽ 1800-ലധികം വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു. അന്തിമ വോട്ടെണ്ണൽ പൂർത്തിയാകാനുണ്ട്. പക്ഷേ ആധികാരികമായ ജയം CPM ഉറപ്പിച്ചിരിക്കുന്നു. നമുക്കറിയാം, വലിയ വിവാദങ്ങൾ കഴിഞ്ഞ 10 വർഷ കാലയളവിനിടയിൽ CPM-നെ സംബന്ധിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ഭരണസമിതി സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിച്ചുലക്കിയ ചരിത്രമാണ്. 2 തെരഞ്ഞെടുപ്പുകളിൽ CPM-ന് കരുവന്നൂർ വിഷയം മറുപടി പറയേണ്ടി വന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ട്. ഒരു ചൂടേറിയ പ്രചാരണ വിഷയമായിരുന്നു കരുവന്നൂർ ബാങ്കിൽ നടന്ന, സഹകരണ ബാങ്കിൽ നടന്ന ക്രമക്കേടുകളും അതിനെ തുടർന്ന് സംസ്ഥാനത്തെ വിവിധ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ഉയർന്ന ആരോപണങ്ങളുമെല്ലാം. പക്ഷേ ആരോപണങ്ങൾക്ക് കുറിക്കുകൊള്ളുന്ന മറുപടിയാണ് CPM ഇപ്പോൾ ജനാധിപത്യപരമായി നടന്ന ഒരു തെരഞ്ഞെടുപ്പിലൂടെ നൽകിയിരിക്കുന്നത്. വലിയ ആഘോഷമാണ് CPM പ്രതിനിധികളെ സംബന്ധിച്ചുകൊണ്ട്, CPM പ്രവർത്തകരെ സംബന്ധിച്ചുകൊണ്ട്. ഈ കരുവന്നൂർ ബാങ്കിലെ വിജയം ഇന്ന് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 3 മണി വരെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ 3000-ലധികം വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടത്. 13,000-ലധികം ഔദ്യോഗിക മെമ്പർമാർ ബാങ്കിൽ ഉണ്ടായിരുന്നെങ്കിലും കോൺഗ്രസ് വിട്ടുനിന്നു. BJP-യും CPM-ഉം തമ്മിൽ നേർക്കുനേർ പോരാട്ടമാണ് നടന്നത്. ആ പോരാട്ടത്തിൽ ആധികാരികമായ ജയമാണ് CPM-നെ സംബന്ധിച്ചുകൊണ്ട് ഇവിടെ നേടാനായിട്ടുള്ളത്. കരുവന്നൂരിൽ മുഴുവൻ പാനലും തൂത്തുവാരിയിരിക്കുകയാണ് CPM പ്രതിനിധികൾ. നമുക്ക് ആ വിജയാഘോഷമാണ് കാണാനായത്. ലെവിൻ കെ വിജയനാണ് അവിടെ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.